എനിക്ക് പെട്ടെന്ന് ഒറ്റ കാര്യം പറയാനുള്ളൂ. ഒരുപാട് കാര്യം പറയാനുണ്ട്, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് അധികം പറയുന്നില്ല. ഇന്നലെ ബ്രദർ ധനികനും ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചു. പെട്ടെന്ന് ഇന്ന് രാവിലെ അതിനെക്കുറിച്ച് കുറച്ച് ധ്യാനിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടി. ഇന്ന് രാവിലെ ഞാൻ എന്നത്തെ പോലെ സകല വിശുദ്ധരുടെയും ലുത്തനെ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്കൊരു വചനം കാണിച്ചു തന്നു. മത്തായി 13:44-45 വചനം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. ഒരുവനത് കണ്ടെത്തുമ്പോൾ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുന്നു. വീണ്ടും വിലയേറിയ രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യൻ. അവനത് കണ്ടെത്തുമ്പോൾ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ രത്നം വാങ്ങുന്നു. ശരിക്കും വ്യഗ്രതയെക്കുറിച്ച് ബ്രദർ സംസാരിച്ചു. ഈ വിലയേറിയ രത്നം തേടുന്ന വ്യാപാരി അവൻ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഈ വിലയേറിയ രത്നം എങ്ങനെയും കണ്ടെത്തണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവനത് കണ്ടെത്തുന്നു. അപ്പോൾ ഈ ജീവിതത്തിലെ വ്യഗ്രതകൾ ആണ് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി കിട്ടാൻ പാടില്ലാത്ത വിധം എന്നെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ എനിക്കത് പറ്റാത്തതിന് കാരണം തടസ്സപ്പെടുത്തുന്നില്ല, ആരെയും ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല, എങ്കിൽ തന്നെയും എനിക്കതിന് പറ്റാത്തതിന് കാരണം അതാണ്. അപ്പോൾ ഇത് വലിയ ഒരു രഹസ്യമാണ്. ധനികന് ദൈവരാജ്യം എന്നതിനെക്കാട്ടിലും വലിയ ഒരു രഹസ്യമാണ്. ഇത് ധ്യാനിക്കും തോറും അതിൻ്റെ രഹസ്യങ്ങൾ ഇങ്ങനെ വിടർന്നു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് രഹസ്യം എന്ന് പറയുന്നത്. അത് മനുഷ്യബുദ്ധിക്ക് അളക്കാൻ പാടില്ലാത്ത അത്ര രഹസ്യമാണ്. അളക്കാൻ പറ്റില്ലെന്നല്ല പറയുന്നത്, അത്രമാത്രം നിഗൂഢമായ രഹസ്യമാണ്. അതുകൊണ്ടാണ് ഈ രഹസ്യം എന്ന് പറയുന്നത്. ഭയങ്കര ഒരു അനുഭവമായിരുന്നു. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി ഇനി സമയം അനുവദിക്കുന്നുണ്ടെങ്കിൽ അന്നേരം പറയാം. ഓക്കെ, താങ്ക് യു.